നമ്മെ ആരെങ്കിലും വല്ലാതെ ശല്യം ചെയ്യുന്നു, പ്രയാസപ്പെടുത്തുന്നു, വെറുതെ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു, അങ്ങനെയുള്ള ഒരാളുടെ ആ ശല്യവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഇല്ലാതാക്കാൻ പല പ്രവാസികളും അങ്ങനെ നമ്മളോട് പറയാറുണ്ട്. ചില ആളുകളുടെ ശല്യം കാരണം ഉസ്താദെ ഒരു പുരോഗതിയുമില്ല, അയാൾ വല്ലാതെ നമ്മളെ ഇടങ്ങറാക്കിക്കൊണ്ടേയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ വുളു എടുത്ത് വളരെ ശുദ്ധിയോടുകൂടെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വന്ന് 2 റക്അത്ത് നിസ്കരിച്ച് ഈ ഒരു സൂറത്ത് ഓതിയിട്ട് ഓരോ 100 തവണയും കഴിയുന്ന സമയത്ത് അള്ളാഹുവിനോട് ഈ പറയുന്ന രൂപത്തിൽ ദുആ ചെയ്താൽ അയാളുടെ ശല്യം ഉണ്ടാകൂല, അയാൾ കാരണമായിട്ടുള്ള പ്രയാസങ്ങൾ, അയാൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അതൊന്നും നമുക്ക് ഏൽക്കൂല. അള്ളാഹു വലിയൊരു ഹിഫ്ള് അവന് നൽകുമെന്ന് മഹാന്മാർ പറഞ്ഞ ഒരു അമലുണ്ട്. അതേപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ ഈ സൂറത്ത് 66 തവണ പാരായണം ചെയ്യുകയും അതിനുശേഷം 5631 തവണ യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ പറയുകയും ചെയ്ത് ഇതിൽ പറയുന്ന രൂപത്തിൽ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഏത് ആഗ്രഹങ്ങളാണോ അത് നിറവേറ്റപ്പെടും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവന് പ്രയാസപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അവൻക്ക് തിരിയുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിലാണെങ്കിൽ അവൻ ഉറങ്ങുന്ന സമയത്ത് ഒരു മലക്ക് വന്ന സ്വപ്നത്തിൽ ആ വിഷയത്തിലുള്ള ഒരു റാഹത്തുള്ള തീരുമാനം, രഹസ്യങ്ങൾ അവൻ അറിയിച്ചു കൊടുക്കുമെന്നൊക്കെ മഹാത്മാക്കൾ പറഞ്ഞ ആ സൂറത്തും ആ ഇസ്മുമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു അമലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് അമല് ചെയ്യാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇഖ്ലാസ്, ആ സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മഹത്തായ സൂറത്ത്. ആ സൂറത്തുൽ ഇഖ്ലാസിന് ധാരാളം മഹത്വങ്ങളുണ്ട്. എങ്ങനെയാണ് അമല് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയാൻ വേണ്ടിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസിന് ധാരാളം പുണ്യങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. മഹാനരായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ജാമിഉൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി പറയുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നത് കാണാം, സൂറത്തുൽ ഇഖ്ലാസിനെ ആരെങ്കിലും ഒരു പ്രാവശ്യം പാരായണം ചെയ്താൽ അത് ഖുർആനിന്റെ 1/3 ഓതിയതിന്റെ തുല്യമാണ് എന്നുള്ളതാണ്. അപ്പോ 3 തവണ പാരായണം ചെയ്താൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതിന്റെ പുണ്യമുണ്ട്. അതിനപ്പുറം സൂറത്തുൽ ഇഖ്ലാസ് നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മളെ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ടവരുടെ പേരിൽ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ലീൽ ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടാറുണ്ട്, അല്ലെ? ദിക്ർ മജ്ലിസ്, മരണപ്പെട്ടവരുടെ പേരിലുള്ള ദിക്ർ. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മരണപ്പെട്ടു പോയ ആൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും 70,000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾക്ക് നരകമോചനം ലഭിക്കുമെന്നുള്ളതാണ്. അയാൾക്ക് പിന്നെ നരകത്തിൽ പോയി കിടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോ അതാണ് അങ്ങനെ ഒരു മജ്ലിസ് നടത്തപ്പെടാനുള്ള കാരണം. അതുപോലെ തന്നെയാണ് സൂറത്തുൽ ഇഖ്ലാസ് മരണപ്പെട്ടവരുടെ പേരില് 100,000 തവണ പാരായണം ചെയ്യപ്പെട്ടാൽ അയാൾക്ക് നരകമോചനം ലഭിക്കുമെന്നുള്ളതാണ്. സ്വർഗം ഉറപ്പാണ് അവർക്ക്. അപ്പോ പൊതുവിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ മജ്ലിസ് സംഘടിപ്പിക്കുന്ന ഇടങ്ങളിലൊക്കെ പ്രത്യേകം അത് ഒരുമിച്ച് കൂടാറുള്ളത് 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ ചൊല്ലാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അങ്ങനെയുള്ള ഒരു മജ്ലിസാണ് ഒരുമിച്ച് കൂട്ടപ്പെടാറുള്ളത്. പക്ഷേ 100,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും മജ്ലിസ് സംഘടിപ്പിക്കപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അപൂർവം ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ അറിവിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. പക്ഷേ വ്യാപകമായിട്ട് ഈ തഹ്ലീലിന് വേണ്ടി, ദിക്റിന് വേണ്ടി അങ്ങനെ ഒരുമിച്ച് കൂടും നമ്മൾ കാണാറില്ലല്ലോ. അപ്പോ ഞാൻ ഇതിന്റെ ഇടക്ക് പറയാണ്, ജീവിതകാലത്ത് തന്നെ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സ്വന്തത്തിന് വേണ്ടി ഓതി വെക്കുന്നവരുണ്ട്. പാരത്രിക ലോക ഗുണത്തിന് വേണ്ടിയിട്ട് പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് അങ്ങനെ തീരുമാനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം. അതൊരു നോട്ട് ബുക്ക് എടുത്തിട്ട് എഴുതി വെച്ച് ഇങ്ങനെ 1,00,000 ആകുന്നവർ എഴുതി വെച്ചാൽ മതിയല്ലോ, പെട്ടെന്ന് തീരുമല്ലോ. നമ്മുടെ നമ്മളൊരു യാത്രയിലല്ലേ ഉള്ളത്. യാത്ര ഇതെത്തേണ്ട ഒരു അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് മരണപ്പെട്ട് കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. അവിടേക്കുള്ള സാദ്, അവിടേക്കുള്ള കോൾ ഉണ്ടാക്കാനാണ് നമ്മളിവിടെ ഇപ്പോൾ അള്ളാഹു നമ്മെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ അങ്ങോട്ടുള്ള കോളുകൾ ധാരാളം ഉണ്ടാക്കി വെക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇത്തരം അമലുകളൊക്കെ ചെയ്യാം. അപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് 1,00,000 തവണ പാരായണം ചെയ്താൽ നരകമോചനം ഉറപ്പല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഈ അറിവ് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാകും.
അപ്പോൾ വീണ്ടും ഒരു പക്ഷെ ഓർമ്മപ്പെടുത്തലായിരിക്കും. ആദ്യമായി കേൾക്കുന്നവരുണ്ടാകും. അവർക്കൊക്കെ ഇപ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കാൻ ഇൻഷാ അല്ലാഹ്. ഞാൻ എൻ്റെ ജീവിതകാലത്ത് തന്നെ 1,00,000 തഹ്ലീൽ, 1,00,000 സൂറത്തുൽ ഇഖ്ലാസും 70,000 തഹ്ലീലൊക്കെ ഞാൻ ചൊല്ലുമെന്ന് തീരുമാനമെടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ അത് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ഓതി തീർത്താൽ മതി. അതുകൊണ്ട് വലിയ നേട്ടമല്ലേ നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അവന് നരകമോചനം സാധ്യമാണ് എന്നാണ്. അപ്പൊ ഇത്തരം അമലുകളൊക്കെ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ അത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് ജീവിക്കാനുള്ള കാരണവും കൂടെയാകും. സൂറത്തുൽ ഇഖ്ലാസ് അത് വിശുദ്ധ ഖുർആനിന്റെ 1/3. അത് 3 തവണ പാരായണം ചെയ്താൽ വിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലം നമുക്ക് ലഭിക്കും. സൂറത്തുൽ ഇഖ്ലാസ് 10 ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗ്ഗത്തിൽ ഒരു മണിമാളിക പണിതു കൊടുക്കും എന്നുള്ളതാണ്. 11 ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗ പൂങ്കാവനത്തിൽ അവനൊരു കൊട്ടാരം ഒരുക്കി കൊടുക്കും എന്നുള്ളതാണ്. 50 ഓതിയാൽ 50 വർഷത്തെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദോഷങ്ങൾ പുറത്തു കിട്ടാൻ കാരണമാകുന്ന എന്തെങ്കിലും അമലുകൾ കിട്ടുമ്പോൾ ഉടനെ തന്നെ അത് എഴുതി വെക്കുക. ഇപ്പൊ ഒരുപാട് അമലുകൾ അങ്ങനെ ഉണ്ട് ദോഷങ്ങൾ പുറത്തു കിട്ടാൻ കാരണം. അപ്പോ അറഫ നോമ്പ് നമുക്കറിയാം. അറഫ നോമ്പ് എടുത്തു കഴിഞ്ഞാല് ഒരു വർഷത്തെ ദോഷങ്ങൾ പുറത്തു കിട്ടുന്നുള്ളത് പറയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് അമലുകളെ കുറിച്ച് നമുക്കറിയാം. ഈ ദോഷങ്ങൾ പുറത്തു കിട്ടും എന്നുള്ള ഒരു ന്യൂസ്, ഒരു വാർത്ത, ഒരു ഹദീസ്, അതുമായി ബന്ധപ്പെട്ട വിവരം നമുക്ക് ലഭിക്കുമ്പോൾ ഉടനെ തന്നെ എവിടെയെങ്കിലും എഴുതിയേക്കുക. നമ്മൾ ഈ ദുനിയാവില് ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കഴിഞ്ഞു പോയ ഇന്നലകളിലൊക്കെ ഒരു താന്തോന്നിയെ പോലെ ജീവിച്ചവരായിരിക്കാം. നിസ്കരിച്ചിട്ടുണ്ടാവൂല. നമ്മൾ ബോധപൂർവം ചെയ്യുന്നതല്ല, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും. ഹറാം ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഹറാമിന്റെ ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ആരുടെയെങ്കിലും സംസാരം കേട്ടിട്ടോ, ആരുടെയെങ്കിലും വാഴ്ന്ന് കേട്ടിട്ടോ, ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ടോ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്നൊരു മാറ്റം വരികയാണ്. ആ മാറ്റം വരുമ്പോൾ നമുക്ക് ഈ ഡയറിയൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇത് ദോഷം പൊറുക്കാനുള്ള കാരണമാണല്ലോ. ഇപ്പൊ 50 വയസ്സ് വരെ ജീവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം 50 സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കഴിഞ്ഞാൽ 50 വർഷത്തെ ദോഷങ്ങൾ അവന് പുറത്തു കൊടുക്കുന്നതാണ്. നമ്മൾ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളല്ലല്ലോ ഇതൊക്കെ. ഇത് ശൈത്വാനിന്റെ ഇബ്ലീസിന്റെ ഷർറിൽപ്പെട്ട് ആ ദുർബോധനം കൊണ്ട് ചെയ്തു പോകുന്നതല്ലേ. നമ്മൾ അള്ളാഹിനെ ധിക്കരിച്ച് നമ്മൾ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങൾ ബോധപൂർവം അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തിൽ നമ്മൾ ചെയ്യോ? അങ്ങനെ ചെയ്യാൻ സാധിക്കൂലല്ലോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇത് ശൈത്വാനിന്റെ ഷർറിൽപ്പെട്ട് ചെയ്തു പോകുന്നതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഒരു മനമാറ്റം വന്നാൽ ഈ അമലുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ എവിടെയെങ്കിലും എഴുതി വെക്കുക. 50 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ 50 വർഷത്തെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. 100 നിസ്കാരത്തിലോ മറ്റോ ഓതിയാൽ അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. 201 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയവന്റെ ഒരു 100 കാലത്തെ ദോഷങ്ങളെ പൊറുപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ നിസ്കാരത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതി നിസ്കരിക്കുന്ന ഒരു സ്വഹാബി, ആ സ്വഹാബിയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിന്റെ കാരണം അന്വേഷിക്കുകയാണ്. എന്താണ് എല്ലാ നിസ്കാരത്തിലും ഇങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ഓതുന്നത്? സൂറത്തുൽ ഇഖ്ലാസ് എങ്ങനെയാണ് ആ സ്വഹാബി ഓതുന്നത്? എല്ലാ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ടിരിക്കുന്ന ആ സ്വഹാബിയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? നബി തങ്ങളോട് ആ സ്വഹാബി മറുപടി കൊടുക്കുന്നത്, ആ സൂറത്തിനോട് എനിക്കുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ഓതുന്നത്. അപ്പൊ ആ സ്വഹാബിയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആ സ്നേഹം നിന്നെ സ്വർഗത്തിൽ എത്തിക്കും എന്നുള്ളതാണ്. അപ്പോ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി പാരായണം ചെയ്യുക. നിങ്ങൾ കേൾക്ക്, ഞായറാഴ്ച സൂര്യൻ ഉദിക്കുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് വല്ല ഒരുത്തനും 10 പ്രാവശ്യം പാരായണം ചെയ്താൽ അവൻ ചോദിക്കുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളതാണ്. അപ്പൊ ഈ അമല് കേൾക്കുമ്പോൾ നമ്മൾ അത്തരം സന്ദർഭങ്ങള് സമയങ്ങൾ വീണ് കിട്ടുമ്പോൾ അതൊന്ന് ചെയ്തു നോക്കുക. ഏതെങ്കിലും ഒരു നിയ്യത്തും മനസ്സിൽ കരുതിയിട്ട് സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കുന്നവന് ഇഹലോകത്തും പരലോകത്തും സകല പുണ്യങ്ങളും കരസ്ഥമാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ തിന്മകളെ തൊട്ട് അവനിൽ നിന്ന് സംരക്ഷണം നൽകാനും കാരണമാകും എന്നുള്ളതാണ്.
ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, സൂറത്തുൽ ഇഖ്ലാസ് ഒരാളുടെ പ്രയാസം നമുക്ക് വല്ലാതെയുണ്ട്. എങ്ങനെ ഏതെല്ലാം രൂപത്തിൽ അയാൾ നമ്മെ പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം, നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ എന്താ വെറുതെ ആവശ്യമില്ലാതെ, അല്ലെങ്കിൽ നമ്മളെ അടുത്തുനിന്ന് അയാളുടെ അടുത്തുനിന്ന് കടം വാങ്ങിയിരുന്നു പൈസ, ക്യാഷ്, അങ്ങനെ തിരിച്ചു കൊടുക്കാനത് നമ്മൾക്ക് കഴിയാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കാത്തത്. പക്ഷെ അയാൾ നിരന്തരം നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. എന്നാൽ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ജോലി സ്ഥലത്തുള്ള പ്രയാസങ്ങളിൽ മറ്റൊരാളെ കൊണ്ട് ശല്യം സഹിക്കാൻ കഴിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ കഠിനമായി ചെയ്യുകയാണെങ്കിൽ ഈ അമൽ നല്ല പവർഫുൾ ആണ്. നിങ്ങൾ ചെയ്തു നോക്കൂ. വുളൂ ചെയ്ത് ശുദ്ധിയോടുകൂടെ നല്ല ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു അപശബ്ദങ്ങളുമില്ലാത്ത ഏകാന്തമായി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വുളൂ എടുത്ത് നല്ലൊരു ഒഴിഞ്ഞ സ്ഥലത്ത് വന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അങ്ങനെ 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് ഓരോ 100 തവണ കഴിയും തോറും ഒരു ദുആ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കാം. ആ ദുആ ചൊല്ലുക. ഓരോ 100 തവണയും സൂറത്തുൽ ഇഖ്ലാസ് ഓതിയതിനു ശേഷം ആ ഒരു ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പ്രയാസം ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന, ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുന്ന അയാളുടെ ശർറിനെ തൊട്ട് അല്ലാഹു അവനെ സംരക്ഷിക്കും. ഏതു രൂപത്തിലാണോ അവനിൽ നിന്ന് ഈ ചൊല്ലിയ ആൾക്ക് സംരക്ഷണം ലഭിക്കേണ്ടത് ആ രൂപത്തിലുള്ള സംരക്ഷണമൊക്കെ അല്ലാഹു നൽകുമെന്നുള്ളതാണ്. ഇത് ആവശ്യമില്ലാതെ ഈ അമൽ ഉപയോഗിക്കാൻ പാടില്ല. ഇത് അത്രയും പ്രയാസപ്പെടുന്ന സമയത്ത് അന്യായമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് വേറെ രൂപത്തിൽ ഉപയോഗിച്ചാൽ അത് നമുക്ക് തന്നെ അതിന്റെ ഒരു തിരിച്ചടി നമുക്ക് സംഭവിക്കുന്നുള്ളതാണ്. അപ്പോൾ ധാർമ്മികമായിട്ട് മാത്രമേ ഇത്തരം അമലുകളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. മഹാന്മാർ പറയുന്നതായിട്ട് കാണാം, ഇഖ്ലാസ് സൂറത്തിന് ആരെങ്കിലും മരണമാസന്നമാകുന്ന സമയത്തില്, ആ രോഗശൈലിയായി കിടക്കുന്ന സമയത്തില് ചൊല്ലിയാല് അവന്റെ ഖബറിൽ ശിക്ഷയുണ്ടാവൂല, ഖബർ അവനെ ഇടുക്കുകയില്ല എന്നുള്ളത് കാണാം. ഖബർ അവനെ ഇടുക്കുകയില്ല എന്ന് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഖബറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അദാബാണ് ഖബറിന്റെ ഇടുക്കം എന്ന് പറയുന്നത്. ഹദീസില് ആ ഒരു പദം തന്നെ ഉപയോഗിച്ചത് ലൗത്തത്തുൽ ഖബർ എന്നാണ്. ലൗത്തത്തുൽ ഖബർ എന്ന് ആ പദം തന്നെ സൂചിപ്പിക്കുന്നത് അതിന്റെ ഭീകരതയെ സൂചിപ്പിക്കുന്നുണ്ട്. ഖബർ അതിന്റെ 2 പാർശ്വവശങ്ങൾ കൊണ്ട്, 2 ഭാഗങ്ങൾ കൊണ്ട് ഖബറിലേക്ക് മനുഷ്യനാണോ വെക്കപ്പെട്ടത് ഖബറാണോ, എന്നാൽ ഖബറിന് അല്ലാഹു കൊടുത്ത ഒരു സ്വഭാവമാണ് അതിന്റെ 2 ഭാഗങ്ങളെ കൊണ്ട് ഇറുക്കുക എന്നുള്ളത്. ഈ ഖബറിന്റെ ഇറുക്കത്തിനെ തൊട്ട് ഇടുക്കത്തിനെ തൊട്ട് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആർക്കും ഇതിനെ തൊട്ട് രക്ഷപ്പെടാൻ സാധിക്കൂല. ലൗകാന അഹദുൻ നാജിയം മിൻഹാ ലനജാ സഅദ് ബിൻ മുആദ്. ആരെങ്കിലും ഖബറിന്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെടണമായിരുന്നെങ്കിൽ സഅദ് ബിൻ മുആദ് തങ്ങളെ രക്ഷപ്പെടണമായിരുന്നു. ആരാണ് സഅദ് ബിൻ മുആദ് തങ്ങള്? 70,000 മലക്കുകളുടെ കാവലോടുകൂടെ, അകമ്പടിയോടുകൂടെ ആരുടെയെങ്കിലും ജനാസ നമസ്കാരം നടന്നിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും മരണം കാരണമായിട്ട് അല്ലാഹുവിന്റെ അർശെന്ന സിംഹാസനം കിടുകിടാ വിറച്ചിട്ടുണ്ടെങ്കിൽ അത് സഅദ് ബിൻ മുആദ് തങ്ങളുടെ മരണം കാരണമായിട്ടാണ്. ആ സഅദ് ബിൻ മുആദ് തങ്ങൾ പോലും ഖബറിന്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെട്ടിട്ടില്ല. അല്ലാഹു നമുക്ക് കാവല് നൽകട്ടെ. ഇതിങ്ങനെ വിശദീകരിക്കുമ്പോ സഹാബാക്കള് സാഗൂതം കേട്ടുകൊണ്ടിരിക്കണം. അപ്പോ സഹാബാക്കള് സംശയാകുലരായി ചോദിക്കാണ്, വലബിനുക്കൽ ഖാസിം യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഒരു ചെറിയ പൊന്നുമോന് ചെറുപ്രായത്തിൽ മരണപ്പെട്ടിട്ടുണ്ടല്ലോ, ഖാസിം എന്ന പേരുള്ളവർ, അവരും ഈ ഖബറിന്റെ ഇടുക്കത്തിനെ തൊട്ട് ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെട്ടിട്ടില്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നബി തങ്ങളുടെ ജവാബ്, ഉത്തരം വളരെ വിചിത്രമായിരുന്നു. വലാ ഇബ്രാഹിമുല്ലദി അസ്ഗറു മിൻഹു, ആ ഖാസിമിനേക്കാളും കുഞ്ഞിളം പ്രായത്തിൽ മരണപ്പെട്ടു പോയ എന്റെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം, അവര് പോലും ഇതിന്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെയാണ് ആ ഖബറിന്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു അമലാണ് ഈ ഒരു അമല്. മരണമാസന്നമായി കിടക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി പാരായണം ചെയ്യുക. എന്നാൽ ഖബറിന്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ സാധിക്കും. ഇങ്ങനെ ഖബറിന്റെ അദാബ് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന
വലിയൊരു അദാബ് തന്നെയാണ്. ആ അദാബിനെ തൊട്ട് രക്ഷപ്പെടാനുള്ള അമലുകൾ കേൾക്കുമ്പോൾ അത് മനസ്സിൽ കുറിച്ചു വെക്കുക, അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോ ഇട്ട ഈ വസ്ത്രം, ഞാൻ ഇട്ട ഈ ഖമീസ്, ഇതെനിക്ക് എൻ്റെ കൈകൊണ്ട് തന്നെ ഊരി വെക്കാൻ കഴിയും എന്നൊരിക്കലും ഉറപ്പ് പറയാത്ത, ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത, ഏത് നിമിഷവും ആരോടും പറയാതെ യാത്ര പോകാനിരിക്കുന്ന ആ മരണമെന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പ്, ഏറ്റവും വലിയ ഉപദേശം മരണമാണ്. ആ മരണത്തിന് നാം നന്നായി ഭയക്കണം. അത് ആഖിറത്തിലേക്കുള്ളത് ഉണ്ടാക്കി വെക്കണം. അപ്പോ ആ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ ഇത് വലിയ മാർഗമാണ്. എന്നാലും ഹദീസിലൊക്കെ കാണാം, ഖബറിന്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെട്ട ഒരു ഉമ്മയെക്കുറിച്ച് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എഴുതി വെക്കാം. ആ ഉമ്മ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകം ആശീർവദിച്ച്, അവരുടെ പേരറിയുന്നവർ എഴുതി വെക്കാം. ഞാനതൊരു ഒരു ആർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അറിയുന്നുണ്ടെങ്കിൽ എഴുതി വന്നാൽ അങ്ങനെയാണല്ലോ, ചില ചോദ്യങ്ങളും ചോദിക്കാലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകം ആശീർവദിച്ച്, നബി തങ്ങളെ ആ ഖബറിൽ ഇറങ്ങി പ്രത്യേകം ദുആ ചെയ്ത് ആശീർവദിച്ചത് കൊണ്ട് ആ ഉമ്മ ഖബറിന്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെട്ടു എന്ന് കാണാൻ സാധിക്കും. വേറൊരാളും രക്ഷപ്പെട്ടിട്ടില്ല. അറിയാവുന്ന ഒരു പേരെഴുത, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാനത് പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്കൊക്കെ അതിനെ തൊട്ട് രക്ഷപ്പെടണം. അല്ലാഹു നമുക്ക് വലിയ ഹൈഫ്ള് നൽകട്ടെ. അപ്പോൾ മരണമാസന്നമായി കിടക്കുന്ന സമയത്ത് ഈ സൂറത്ത് ഓതിയാൽ അവനെ ഖബറെടുക്കുകയില്ല. സിറാത്ത് പാലത്തിലൂടെ മലക്കുകളുടെ അകമ്പടിയോട് അവന് നടന്നുപോയി സ്വർഗാരാമത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്ന് മഹാന്മാർ പറയുന്നു. കിതാബുകളിൽ കാണാം, ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, വെള്ളിയാഴ്ച രാവിലെ സൂറത്തുൽ ഇഖ്ലാസ് 66 തവണ പാരായണം ചെയ്യുക. ശേഷം 5631 പ്രാവശ്യം യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് എന്ന് 5631 പ്രാവശ്യം ചൊല്ലണം. അങ്ങനെ 5631 തവണ അത് ചൊല്ലിയിട്ട് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് എന്ന് 1000 തവണ ചൊല്ലുക. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ഏത് ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കുന്നുള്ളതാണ്. എന്താഗ്രഹങ്ങളുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാം. ഇനി ഏതെങ്കിലും വിഷയത്തിൽ അവന് ഒരു പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കണം, എന്താണ് ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല, ജപ്തിയുടെ നോട്ടീസ് വന്ന് ഒട്ടിച്ച് വെച്ചിരിക്കണം, അല്ലെങ്കിൽ അവന്റെ മകന് ഒരു കേസിലകപ്പെട്ടിരിക്കണം, ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ലഹരിയുമായി ബന്ധപ്പെട്ട കേസാണ്, കഞ്ചാവുമായി ബന്ധപ്പെട്ട കേസാണ്, മോനാണെങ്കിലോ ജാമ്യത്തിൽ ഇറക്കാൻ ഇങ്ങനൊരു കേസായതുകൊണ്ട് ആരും ഇറങ്ങുന്നില്ല, റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കല്ലാതെ വേറെ മാർഗമില്ല, അവനിക്കിത് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഈ അമല് ചെയ്ത് അവൻ ഉറങ്ങിയാൽ ഒരു മലക്ക് സ്വപ്നത്തിൽ വരും. സ്വപ്നത്തിൽ വന്നിട്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി അവന് പറഞ്ഞു കൊടുക്കും, അതുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്ക് വഴി അറിയിച്ചു കൊടുത്ത് എങ്ങനെയാണ് അതിന് മുന്നോട്ട് നീങ്ങേണ്ടത് എന്ന വഴികളൊക്കെ അതിലുണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ ഈ ഒരു അമലിനെ പതിവാക്കിയാൽ വലിയ വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ അവന് കരസ്ഥമാക്കാൻ സാധിക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ എല്ലാ ദിവസവും 40 പ്രാവശ്യം യാ സമദു എന്ന് ചൊല്ലിയാൽ, യാ സമദു യാ അല്ലാഹ്, ആയുഷ്കാലം മുഴുവനും അവന് വിശപ്പിന്റെ കാഠിന്യത്തിൽ നിന്ന് മോചനം കിട്ടും. ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ 1000 തവണ ഇഖ്ലാസ് ഓതി പിന്നെ ദുആ ചെയ്യുക. ആ ഒരു ദുആ, പ്രത്യേക ഒരു ദുആ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ ഒക്കെ ഞാൻ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന അമലുകൾക്കൊക്കെ അല്ലാഹു നല്ല റിസൾട്ട് നൽകട്ടെ ഇൻഷാ അല്ലാഹ്.